ഫാമിലി മെമ്പറെ പോലെയാണ്, ഇല്ലേ? അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് മാറൂഫിന്റെ അടുത്ത് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലേ? എത്ര ആൾക്ക് തോന്നുന്നുണ്ട്? യെസ്. സോ ഇതാരും ആവാം എന്നുള്ളത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കേണ്ടത്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പല ആളുകളും നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് പല ആളുകളും സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവാം. ഇങ്ങനെയൊക്കെ സമയത്ത് എന്നോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, മാറൂഫെ, പല ഡിസ്കഷൻ നടന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞു, ഐ ടോൾഡ് ദം ദാറ്റ് ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഇതിന്റെ ഉള്ളിൽ ചില കോർ പ്രോഗ്രാമുകൾ, എറർ പ്രോഗ്രാമുകൾ റൺ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സഡൻലി പോയിട്ട് സൂയിസൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോ ഈ സൂയിസൈഡ് ചെയ്ത ആള് ഭയങ്കര ഹൈലി റിച്ച് ആണ്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ദുബായിൽ നിന്നാണ് അത് സംഭവിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഹൈലി റിച്ച് ആണ്. അപ്പോ ഈ എന്നോട് സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പറാണ്. അയാൾ പറയുന്നത് അയാൾ സൂയിസൈഡ് ചെയ്യാൻ ഒരു റീസണും ഇല്ല, അയാൾ വെറുതെ അങ്ങ് സൂയിസൈഡ് ചെയ്തു എന്ന് അവരെന്നോട് പറഞ്ഞു. വെറുതെ, ദർ ഇസ് നോ പ്രോബ്ലം, എല്ലാം കൊണ്ടും അയാൾ റിച്ച് ആണ്, പിന്നെ എന്തിനാ അയാൾ സൂയിസൈഡ് ചെയ്യാൻ എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു പേപ്പറും പെന്നും കൊടുത്തു. നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ഞാൻ പറഞ്ഞത്, ഒരു പേപ്പറും പെന്നും കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലിസ്റ്റ് ഔട്ട്, നിങ്ങളുടെ ലൈഫിൽ ജീവിതകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകളുടെ പേര് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. യു ഹാവ് 30 seconds. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന ആഗ്രഹമുള്ള, അത് നിങ്ങളെ ഫ്രണ്ട്സ് ആവാം, ഫാമിലി മെമ്പേഴ്സ് ആവാം, ആരുമാവാം. ലിസ്റ്റ് ഔട്ട് ദെയർ നെയിംസ്. നിങ്ങൾക്ക് 30 seconds ആണ് സമയമുള്ളത്. ജസ്റ്റ് 30 seconds. സ്റ്റാർട്ട് നൗ. Thirty seconds. മാക്സിമം ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എത്ര എഴുതാൻ പറ്റുമോ അത്ര എഴുതുക. നിങ്ങളുടെ ലൈഫിൽ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അയൽപ്പക്കക്കാര്, കൊളീഗ്സ്, ഓക്കെ, ആരുമാവാം, പാർട്ട്നേഴ്സ്, നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഫാസ്റ്റ്. ഓക്കെ, സ്റ്റോപ്പ് ഇറ്റ് നൗ. എത്ര എണ്ണം കിട്ടി നിങ്ങൾക്ക്? ഹൗ മെനി നമ്പേഴ്സ്? ചാറ്റ് ബോക്സിൽ ഉപയോഗിക്കാം. 10, 20, 30, എത്ര ആളുകളുടെ പേര് നിങ്ങൾ അവിടെ എഴുതി? 5, 4, 5. വെരി ഗുഡ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയ ബോക്സ് കൂടി വരയ്ക്കുക. ഒരു ചെറിയ ബോക്സ് പറഞ്ഞാൽ വളരെ ഒരു 1 centimeter ഒക്കെ നീളമുള്ള, അല്ലെങ്കിൽ 1-2 പേരൊക്കെ കൊള്ളാൻ പറ്റുന്ന ഒരു ബോക്സ് അവിടെ വരയ്ക്കുക. അവിടെ വരച്ചിട്ട് ഈ ബോക്സിൽ എഴുതേണ്ട ആളുടെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമാജിൻ ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ്ലി ബ്രോക്കാണ്, ബാങ്ക്രപ്റ്റ് ആയി. സൂയിസൈഡ് ചെയ്യുകയല്ലാതെ ദർ ഈസ് നോ ഓപ്ഷൻ. നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ല, സൂയിസൈഡ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ദർ ഈസ് നോ ഓപ്ഷൻ. സൂയിസൈഡ് അല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആരോട് പോയിട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക? അയാളുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, സൂയിസൈഡേ രക്ഷയുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരോട് പോയിട്ട് നിങ്ങൾ സൂയിസൈഡ് ചെയ്യാൻ പോവുക എന്നുള്ള കാര്യം ഷെയർ ചെയ്യും? അയാളുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. ഫാസ്റ്റ് ആയിട്ട് എഴുതാം. 1-2 പേരെ ഉണ്ടാവുള്ളൂ. എഴുതി കഴിഞ്ഞാൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. ഫാസ്റ്റ്. അതൊരു പക്ഷെ നേരത്തെ ലിസ്റ്റിലുള്ള ആളായിരിക്കാം, ഒരു പക്ഷെ ആ ലിസ്റ്റിൽ ഇല്ലാത്ത ആളായിരിക്കാം. എഴുതി കഴിഞ്ഞോ? ആർക്കെങ്കിലും ആ ലിസ്റ്റിൽ എഴുതാൻ ആളില്ലാത്തതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവിടെ പറയണം. എനിക്ക് ആളില്ല. ലിസ്റ്റില്, ഈ ചെറിയ ലിസ്റ്റില്, ഈ ചെറിയ ബോക്സിൽ എഴുതാൻ ഒരു പേരില്ലാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അയാം എന്ന് ടൈപ്പ് ചെയ്യുക. അയാം ഉണ്ടെങ്കിൽ ഞാൻ അയാളോട് പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹത്തിന് ഇതേ ടാസ്ക് കൊടുത്തു, എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ബോക്സിൽ എഴുതാൻ ആളുണ്ടോ?
ഒരു പക്ഷേ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത നിങ്ങളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് മരണം വരെ നിങ്ങളെ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ ആളുകൾ പോലും ഒരു പക്ഷേ ഈ ബോക്സിൽ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ചില ആളുകൾ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. ഇങ്ങനത്തെ ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടായപ്പോ എനിക്ക് ആ ബോക്സിൽ എഴുതാൻ 1 or 2 പേരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ ഫാമിലി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ റിലേഷൻഷിപ്പ് ഈസ് ദ നമ്പർ 1 വെൽത്ത്. വെൽത്തിന്റെ ട്രയാങ്കിളിലെ ഒന്നാമത്തെ എലമെന്റ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ എഴുതാൻ ആളുകൾ ഇല്ലെങ്കിൽ അത് എഴുതാൻ പറ്റണം. ഒരു പക്ഷെ നിങ്ങളെ ഫാമിലി, നിങ്ങളെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ പാരന്റ്സിനോടോ ബ്രദറിനോടോ ഒന്നും ഇത് പറയാൻ പറ്റൂല. ഒരു പക്ഷെ നിങ്ങളുടെ ഫ്രണ്ടിനോടോ പറയാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോ ഫാമിലി മെമ്പറിനോട് പറയാൻ പറ്റും റിലേഷൻഷിപ്പ് ബെറ്റർ ആണെങ്കിൽ. അപ്പോ എന്നെ സഹായിച്ച കാര്യം എനിക്ക് ഈ കോളത്തിൽ എഴുതാൻ 1-2 പേരുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ കോളത്തിൽ എഴുതാൻ 1-2 പേരുണ്ടെങ്കിൽ വെരി ഗുഡ്. ഇല്ലെങ്കിൽ അവിടെ എഴുതാനുള്ള പേരിനെ നിങ്ങൾ കണ്ടെത്തണം. അതില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പല പ്രശ്നങ്ങളും വരുമ്പോൾ നിങ്ങൾക്കും തോന്നും ആത്മഹത്യ ചെയ്യാൻ. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? യെസ്, വെരി ഗുഡ്. നൗ ദ സെക്കൻഡ് വൺ. സെക്കൻഡ്